ഗൈസ്, എല്ലാവർക്കും ചെമ്പനീർ പൂവ് പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ആ ഒരു പ്രൊമോയില് അകപ്പാടെ പ്രശ്നവും പരിഭവവും ഒക്കെ തന്നെയാട്ടോ. ഇന്നത്തെ ആ ഒരു അപ്പാർട്ട്മെന്റിലെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൽ കണ്ടു കാണും അല്ലേ. നമ്മുടെ സച്ചിയെ കള്ളനാക്കി ചിത്രീകരിച്ചിരിക്കുകയാണ് അവിടെ. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ രേവതിക്കാണെങ്കിൽ സഹിക്കാനേ പറ്റുന്നില്ല. അയാളാണെങ്കിൽ ആ ഒരു ഉടമ, ആ ഒരു കാറിന്റെ ഓണർ നമ്മുടെ സച്ചിയുടെ ദേഹത്ത് തൊട്ട് പരിശോധിക്കാണെങ്കിൽ പോകുന്നുണ്ട്. അപ്പൊ സച്ചി പറയുന്നുണ്ട്, എന്റെ ദേഹത്ത് തൊട്ടു പോകരുത്, ഞാൻ എടുത്തിട്ടില്ല, എനിക്ക് 100% ഉറപ്പുണ്ട്, നിങ്ങൾ എന്നെ ഒന്ന് വിശ്വസിക്കുന്നൊക്കെ പറഞ്ഞ് നമ്മൾ സച്ചി കുറെ പറയുന്നുണ്ട്. പക്ഷെ സച്ചിയുടെ ദേഹത്ത് കൈവെക്കാൻ പോവുകയാട്ടോ. പിന്നെ നമ്മുടെ സച്ചി അയാളെ തടഞ്ഞു നിർത്തുന്ന രംഗങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ രേവതി അകപ്പാടെ കരഞ്ഞിരിക്കും കേട്ടോ. അപ്പൊ അവരൊക്കെ പോയതിനു ശേഷം നമ്മുടെ രേവതി സച്ചിയേട്ടാ എന്നും പറഞ്ഞ് വിളിക്കുകയും നമ്മുടെ സച്ചിയുടെ അടുത്തേക്ക് നമ്മുടെ രേവതി ഓടിപ്പോവുകയും ചെന്ന് കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ നമുക്ക് ആ ഒരു പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ രേവതി ഇങ്ങനെ ഭയങ്കരമായിട്ട് കരയുമ്പോൾ നമ്മുടെ സച്ചി ഇങ്ങനെ ഭയങ്കരമായിട്ട് ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. പോട്ടെ രേവതി, നീ എന്തിനിപ്പം ഇങ്ങോട്ട് വന്നേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ദേഷ്യമൊക്കെ ഇപ്പം അടങ്ങിയ മട്ടാണ് കേട്ടോ. അതിനുശേഷം ഇപ്പൊ രേവതി പറയുന്നുണ്ട്, നമുക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാം സച്ചിയേട്ടൻ, എന്തെങ്കിലും വേറെ ജോലി നോക്കാം, സച്ചിയേട്ടൻ ഈ ജോലിക്ക് എന്തിനാ വന്നേ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ രേവതി ഇങ്ങനെ നമ്മുടെ സച്ചിയോട് പറയുന്ന രംഗങ്ങളൊക്കെ തന്നെയാട്ടോ ഇന്നത്തെ ആ ഒരു പ്രൊമോയില് നമുക്ക് കാണുവാൻ സാധിച്ചത്. അപ്പം ഇനി എന്തായിരിക്കും രേവതി ചെയ്യാൻ പോകുന്നത് അല്ലേ? ഇനി രേവതിക്ക് ഒരു പൂക്കട ഇടാം, രേവതി നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും. അപ്പം എന്തെങ്കിലും ചെറുതായിട്ടാണെങ്കിൽ ചെറുതായിട്ട് ഒരു തട്ടുകട പോലെ തുടങ്ങിയാലും നല്ലൊരു വരുമാനം അവർക്ക് കിട്ടും അല്ലേ. അവർക്ക് ജീവിക്കാനുള്ളത് അങ്ങനെ കിട്ടിക്കോളും. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വഴികൾ നമ്മുടെ രേവതി ആലോചിച്ചെടുക്കുമായിരിക്കും അല്ലേ. അപ്പം എന്തായാലും നമുക്ക് കാത്തിരുന്നതിനെ കാണാം കേട്ടോ. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.